ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഗോവന് വല്ല വിവരവും അറിയാവുന്ന അറിയാനാ ഞങ്ങൾ അവിടെ തിരക്കി വന്നത്. കഴിഞ്ഞ തവണ ഗോപനാണല്ലോ വിനുമോൻ എന്തോ ജോലി ശരിയാക്കി കൊടുത്തത്. അതുകൊണ്ട് ചോദിച്ചതാ. വിനു പോയത് ഒരു കൊലപാതക കുറ്റം ഏൽക്കാനായിരുന്നുവെന്ന് ഞാൻ ഇവരോട് എങ്ങനെ പറയും? വിനുവേട്ടൻ സ്വന്തം ചേട്ടനാന്ന് തന്നെ ഞാൻ പറയും. അല്ല, എന്നെ കയ്യേറ്റം ചെയ്ത് പണം തട്ടാൻ വന്ന കള്ളനാണെന്ന് ഊമയുടെ ഭാഷയിൽ വിനുവേട്ടൻ വെച്ച് കാച്ചു. ഞാൻ പറയുന്നൊന്നും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ആൾക്കാർക്ക് വിശ്വാസവും സഹതാപവും വിനുവേട്ടനോടായിരിക്കും. അവരെന്നെ പൊതുരെ പെരുമാറുകയും ചെയ്യും. ആ പൊല്ലാപ്പിന് ഞാൻ പോണോ? സംഭവിക്കാൻ പോകുന്നതും അത് തന്നെയായിരിക്കും. അത് മനസ്സിലാക്കിയിട്ടാ പ്രകാശ് ഏട്ടൻ പിന്മാറിയത്. നിന്റെ കെട്ടിയോന് സ്വന്തം ദേഹരക്ഷ നോക്കാൻ അറിയാലോ. സന്തോഷം. അല്ലെങ്കിൽ ഒരു നല്ല കാര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ശീലം പണ്ടേ നിനക്കില്ലല്ലോ. ഭർത്താവിനെ തല്ലി ഒളിക്കുന്നത് അത്ര നല്ല ശീലമൊന്നും അല്ല ചേച്ചി. അതെനിക്ക് നന്നായിട്ട് അറിയാം. മനോജിന്റെ തലയിലെ കുരുട്ടുബുദ്ധിക്ക് ഇപ്പോഴും ജീവനുണ്ട് അല്ലേ ചന്ദ്രു? എന്തായാലും വിനുവിനെ എനിക്ക് വേണം ചന്ദ്രു. അവസാന കാലത്ത് ഒരു തുള്ളി വെള്ളം തരാൻ അവനെ ഉണ്ടാവും. അവനെ കണ്ടുപിടിക്കാൻ ഞാൻ തന്നെ പോവാം. ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരാം. ആൾക്കാരെ തല്ലുകയോ കൊല്ലുകയോ ചെയ്യുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാം. ആയിക്കോട്ടെ, ഞാൻ വിലക്കുന്നില്ല. ഇപ്പൊ തന്നെ നമുക്ക് ഇറങ്ങാം. സാർ, ആരടാ നീ? ഞാൻ സാറിന്റെ പി എ. ഏത് പി എ? എന്ത് പി എ? എവിടത്തെ പി എ? ഞാൻ പറഞ്ഞ കാര്യം നീ ചെയ്തോ? ചെയ്തു സാർ. എന്നിട്ട് നിനക്കത് കിട്ടിയാ? കിട്ടി സാർ. എവിടെ?
ഹർഷ. സർ സാർ ഞാൻ പറയുന്നൊന്ന് കേക്ക് സർ. ഇപ്പൊ വേണ്ട സർ, ഈ അവസ്ഥയില് പ്ലീസ് സർ. സാർ ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്റെ കാര്യം നോക്കേണ്ട ഞാനാ. ഗോവ, ഞാൻ ഗോവനെ അന്വേഷിച്ച് കടയിൽ പോയിരുന്നു. എന്താ മാധവേട്ട? ഞങ്ങളുടെ മകൻ വിനു ആ. ഗോവന്റെ കടയിൽ നിന്നാണല്ലോ പതിവായി വീട്ടു സാധനങ്ങൾ വാങ്ങുന്നത്. അതെ, അതിനെന്താ? 1 രൂപ പോലും കടം പറയാത്ത ആളാ. ഇപ്പൊ എന്തു പറ്റി മാധവേട്ട? എന്താ ചന്ദ്രികേച്ചിയുടെ മുഖം വല്ലാതിരിക്കുന്നു? വിനു എല്ലാവരോടും ജോലിക്ക് പോകുന്നു എന്നും പറഞ്ഞു പോയതാ. അന്വേഷിക്കാൻ ഇനി ഒരിടവുമില്ല. ഞങ്ങൾ അറിയുന്ന ഒരിടത്തും വിനു ജോലിക്ക് പോയിട്ടുമില്ല. എവിടെ പോയതാണെന്നോ എങ്ങോട്ട് പോയതാണെന്നോ ഒരു വിവരവും ഇല്ല. ഗോവന് വല്ല വിവരവും അറിയാവുന്ന അറിയാനാ ഞങ്ങൾ അവിടെ തിരക്കി വന്നത്. കഴിഞ്ഞ തവണ ഗോപനാണല്ലോ വിനുമോൻ എന്തോ ജോലി ശരിയാക്കി കൊടുത്തത്. അതുകൊണ്ട് ചോദിച്ചതാ. വിനു പോയത് ഒരു കൊലപാതക കുറ്റം ഏൽക്കാനായിരുന്നുവെന്ന് ഞാൻ ഇവരോട് എങ്ങനെ പറയും? എന്താ ഗോപ ആലോചിക്കുന്നത്? ഏയ്, എന്നാലും വിനു എങ്ങോട്ട് പോയി കാണുമെന്ന് ആലോചിക്കുന്നത്. പതിവില്ലാതെ വിനു കഴിഞ്ഞ ദിവസം 2 ലക്ഷം രൂപ കൊണ്ടുവന്ന് ഞങ്ങളെ ഏൽപ്പിച്ചു. ആ പണം എവിടുന്ന് കിട്ടിയതാണെന്ന് എത്ര ചോദിച്ചിട്ടും പറഞ്ഞില്ല. ചുമടെടുക്കാൻ പോയാല് ആരും 2 ലക്ഷം രൂപയൊന്നും കൊടുക്കില്ലല്ലോ. ഞങ്ങളുടെ മകൻ മോഷ്ടിക്കില്ല. മറ്റുള്ളവരുടെ കയ്യിലെ പണം മോഹിക്കാറുമില്ല. പിന്നെ എവിടുന്ന് ഈ പണം? അവന്റെ കാര്യങ്ങള് കൂടുതൽ അറിയാവുന്നത് ഗോപനല്ലേ, അതുകൊണ്ടാ ചോദിച്ചത്. സത്യങ്ങൾ ഇവരോട് തുറന്നു പറയാൻ പറ്റില്ല. എന്താ? എനിക്കറിയില്ല മാധവേട്ട, എന്നോടൊന്നും പറഞ്ഞില്ല. അല്ല, വല്ല ജോലി അന്വേഷിച്ച് ദൂരെ എവിടെയെങ്കിലും പോയതാണെങ്കിലും. ആ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, എനിക്ക് അല്പം തിരക്കുണ്ട്. വിനുവിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. ശരി. മാനത്തെ കൊട്ടാ